ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. നിങ്ങൾക്ക് എല്ലാവരും ജോയിൻ ആയോ? ഹലോ, സ്ക്രീൻ വിസിബിൾ അല്ലേ? യെസ്. ഇന്ന് മാത്സ് ആണ് നോക്കുക. മാത്സ് അല്ല, ഫിസിക്സ് ആണ്. ഡിസ്റ്റൻസ്, സ്പീഡൊക്കെ ആ ഒരു ടോപ്പിക്കാണ്. ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡാണ് നോക്കണേ. അപ്പോൾ തുടങ്ങിയാലോ? ഇന്നലെയൊക്കെ എത്ര ആളുണ്ടായിരുന്നു? ഇന്നലത്തെ ക്ലാസ് ആരെങ്കിലും കേട്ടിരുന്നോ? ഹലോ, സുഹാന മാത്രമേ ഉള്ളൂ? കേട്ടിരുന്നു. ഏതായിരുന്നു അറിയോ? ഓർമ്മയില്ലൊക്കെ, ഞാൻ മറന്നു. ക്രിമിനലോ? വേറെ ആരും അതിലുണ്ടായിരുന്നോ? ഫർസാൻ ഉണ്ടായിരുന്നു? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. വർത്തായിരുന്നോ? ഹലോ, കേട്ട ആൾക്കാര്? കുഴപ്പമില്ല. ഓക്കെ, ഏവറേജ് ആണല്ലേ? ആണെങ്കിൽ ഒരു വയ്യ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഓർത്ത് വെച്ചാൽ മതി. കുറച്ച് ഇക്വേഷൻസ് നോക്കുക, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുക, അത്രേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. ഇന്ന് ശരിക്കും ടൈം ടേബിളിൽ ശരിക്കും ടോർട്ടായിരിക്കും അല്ലേ? ടോർട്ട് പ്രതീക്ഷ വന്ന ആരെങ്കിലും ഉണ്ടോ? ഹലോ, ചില സാഹചര്യങ്ങൾ മൂലം ടോർട്ട് മാറ്റി വെക്കേണ്ടി വന്നു. ഇത് നാളെ എടുക്കേണ്ട ക്ലാസ്സാണ് ഇന്ന് എടുക്കണേ. അപ്പം അതിൻ്റെതായ ഇതുകളുണ്ടാവും, മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കണ്ട, ഈ DST, ഇതിൽ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. എസ് എന്ന് പറയുന്നത് സ്പീഡാണ്. ടി എന്ന് പറയുന്നത് ടൈമാണ്. ഇതിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു എസ് സ്പീഡ് ഇൻറ്റു ടൈം. ആ ഒരു ഇക്വേഷൻ ഒരു ട്രയാങ്കുലർ ഫോം. നമ്മൾ ഈ ഓംസിലൊക്കെ പഠിച്ച് 10ൽ ഫിസിക്സിലൊക്കെ ഉണ്ട് ഓംസിൽ പറഞ്ഞൊരു സാധനം. അതിൻ്റെ അതേപോലത്തെ ഒരു ട്രയാങ്കിളാണ് ഈ എന്താണ് കറൻറ്റ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ടൈം എന്നൊക്കെ പറയുന്ന, അല്ല, റെസിസ്റ്റൻറ്റ് ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു ഐസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അങ്ങനെ എന്തൊക്കെ ഉണ്ട്, ഞാൻ മറന്നുക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, ആ ഒരു ബേസിക് ഫോർമുലയിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ ഡിറൈവ് ചെയ്ത് വന്നത്. ഈ മോഷൻ്റെ എല്ലാ ഇക്വേഷൻസും ഈ ഡിസ്റ്റൻസ് ഇൻറ്റു സ്പീഡ്, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്ന ആ ബേസിക് ഫോർമുലയിൽ നിന്നാണ്. അതുപോലെ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതിൽ നമുക്കറിയാത്ത ഏത് സാധനമാണോ, ഇപ്പോൾ ഡിസ്റ്റൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ ഡിസ്റ്റൻസ് മറച്ചു വെക്കുക, ബാക്കി കാണാനുള്ള എസും ടി ആണ് സെയിം ലൈനിൽ, അതങ്ങനെ എഴുതുക. എസ് ഇൻറ്റു ടി ഈക്വൽ ടു ഡി. അതേപോലെ എസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഡി മുകളിൽ ടി താഴെ, ഈ ഡി ബൈ ടി ഈസ് ഈക്വൽ ടു എസ്, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതേപോലെ ടി അറിയില്ല എന്നുണ്ടെങ്കിൽ ഡി മുകളിൽ എസ് താഴെ, ഡി ബൈ എസ് ഈക്വൽ ടു ടൈം, ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അത് ബേസിക് ആണ്, എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മൾ 8ാം ക്ലാസ്സിലായിട്ട് പഠിക്കണതാണ്, അറിയണല്ലേ? ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തെന്നുള്ളൂ. ഹലോ, തംസപ്പ് ഇടുമോ ആരെങ്കിലും ഉണ്ടെങ്കിൽ? ഓക്കെ. പിന്നെ ഇത് നമ്മൾ സ്പീഡിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് കുറേ യൂണിറ്റ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് കിലോമീറ്റർ പെർ ഹവറും മീറ്റർ പെർ സെക്കൻഡ്. ഇതിൻ്റെ കൺവേർഷൻസ് നമുക്ക് ഡയറക്റ്റ് ചോദിക്കൂലേലും നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് മീറ്ററിലായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക, പക്ഷേ ആൻസറിൽ നമുക്ക് കിലോമീറ്റർ പെർ ഹവറിലായിരിക്കും നമുക്ക് സ്പീഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കൺവേർഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം.
ഓക്കെ. ഈ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കാൻ 5/18 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കാൻ 5/18. ഇത് അതേപോലെ തിരിച്ച് കിലോമീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലോട്ട് ആക്കാൻ 18/5 18/5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓർത്ത് വെക്കാൻ ഒരു ഇത് പറഞ്ഞാൽ ഇതിലേറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണോ കിലോമീറ്റർ പെർ ഹവർ ആണോ? ഹലോ, കിലോമീറ്റർ പെർ ഹവർ. അപ്പോൾ ഈ ചെറുതിലോട്ട് മാറ്റാനാണെന്നുണ്ടെങ്കിൽ മുകളിലെ വാല്യൂ ചെറുതായിരിക്കും. അതായത് മുകളിലെ വാല്യൂ പറയുന്നത് 5 ആയിരിക്കും. മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കാനാണെങ്കിൽ മുകളിൽ 5 ആയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 5/18 ആയിരിക്കും. കിലോമീറ്റർ പെർ ഹവറിലോട്ടാണെങ്കിൽ മുകളിലുള്ളത് വലുതായിരിക്കും, 18 ആയിരിക്കും. 18/5 ആയിരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആ ഒരു കോൺസ്റ്റൻറ്റ്. ക്ലിയർ? ഓക്കെ. പിന്നെ ഏവറേജ് സ്പീഡിൻ്റെ ബേസിക് ഫോർമുല അറിയാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. നമ്മളിപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലോട്ട് ട്രാവൽ ചെയ്തു, ബിയിൽ നിന്ന് സിയിലോട്ട് പോയി, സിയിൽ നിന്ന് ഡിയിലോട്ട് പോയി. ഈ മൊത്തം എ ടു ബി ടു സി ടു ഡി 3 ഡിസ്റ്റൻസ് ഉണ്ടാവും. അതിൽ 3 ഡിസ്റ്റൻസിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ 3 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം. അതാണ് ബേസിക് ആയിട്ട് ഏവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ. അല്ലാതെ ഈ 3 സ്പീഡുകൾ നമ്മൾ സമ്മ് ചെയ്ത് അതിൻ്റെ ആവറേജ്, ഇപ്പോൾ 3 സ്പീഡ് ഉണ്ടാവും. A1 to B പോണത് AB ആയിരിക്കും, B to C പോണത് BC ആയിരിക്കും, C to D പോണത് CD ആയിരിക്കും സ്പീഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AB + BC + CD/3 അല്ല വരിക. ഓക്കെ. അതോ സോറി കേട്ടോ, എൻ്റെ കൈ തട്ടിയതാണ്. പ്രസൻറ്റേഷൻ പോയോ? വന്നില്ലേ? ഇപ്പോൾ വന്നില്ലേ? ഹലോ. ഓക്കെ. അതുപോലെ ഇതിന് ഓക്കെ. അതുപോലെ ഏവറേജ് സ്പീഡിന് ഒരു ചെറിയൊരു, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ഇപ്പോൾ എന്ന് സിയിലോട്ടാണ് പോകുന്നത്. 2 പോയിന്റ് ഉണ്ട്, A to B ഉണ്ട്, B to C ഉണ്ട്. ഈ 2 ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട്, 2AB അല്ലെങ്കിൽ 2xy/x+y. ഈ 2 സ്പീഡിൻ്റെയും ഡബിൾ എടുത്ത് അതിൻ്റെ സം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓർത്ത് വെച്ചാൽ മതി. ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. ആരെങ്കിലും കയ്യിൽ പേനയും പേപ്പറും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എഴുതി വെക്കുക. ആ ട്രയാങ്കിൾ ഒന്ന് വരച്ച് വെക്കുക. ആ മറ്റേ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കോൺസ്റ്റൻസ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഈ ഒരു ഇക്വേഷൻ, ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷനും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വെച്ചോ? ഓക്കെ. അതുപോലെ പിന്നുള്ളത് റിലേറ്റീവ് സ്പീഡാണ്. റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ 2 കാറ് പോവാണ്, നമ്മളിപ്പോൾ സ്പീഡിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും കമ്പയർ ചെയ്തിട്ടാണ്. ഐൻസ്റ്റീൻ്റെ ഒരു തിയറിയാണത്. നമ്മൾ ഏതൊരു സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ആയിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ നടന്നു പോകുന്നൊരു വേഗത ഒരു റോട്ടിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ അത് 10 കിലോമീറ്റർ ആയിരിക്കും. പക്ഷേ എൻ്റെ കൂടെ ഓടാൻ വരുന്ന ഒരാൾക്ക് അത് ചിലപ്പോൾ 5 km/h ആയിരിക്കും. അങ്ങനെ ഓരോ അനുസരിച്ചിട്ട് അത് മാറും. ഓക്കെ. അത് നിങ്ങൾ ഉണ്ടോ അറിയാനാട്ടോ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇടണ്. പിന്നെ ഈ റിലേറ്റീവ് സ്പീഡ് കാണാൻ നമ്മളിപ്പോൾ രണ്ടും സെയിം ഡയറക്ഷനിലോട്ടാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പോണതും
എൻ്റെ കൂടെ ഓടാൻ പോണ ആൾ പോണതും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഈ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് അയാൾ ഫാസ്റ്റായിട്ട് പോണ ആളെ മൈനസ് എൻ്റെ സ്പീഡായിരിക്കും. ഇപ്പോൾ ഓടുന്ന ആൾക്കാണ് ഫാസ്റ്റ് ഉണ്ടാവുക, ആളെ സ്പീഡിൽ നിന്ന് എൻ്റെ സ്പീഡ് കുറക്കുന്നതായിരിക്കും റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈഡിൽ 2 വര ഇട്ടിങ്ങനെ മോഡുലസ് ആണെന്ന് കാണിക്കാനാണ്. ഇതിൻ്റെ നെഗറ്റീവ് നമ്മളിവിടെ കൺസിഡർ ചെയ്യത്തില്ല. നമ്മൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യാന്ന് പറയുന്നത് വെലോസിറ്റിയിലാണ്. വെലോസിറ്റി ഡയറക്ഷൻ റെസ്പെക്ട് ചെയ്തിട്ടാണ് വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് മോഡുലസ് ഇട്ടിരിക്കുന്നത്. വെലോസിറ്റീൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ ആണ് നമ്മൾ റിലേറ്റീവ് സ്പീഡായിട്ട് എടുക്കുക. ഓക്കെ, അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മായിരിക്കും, രണ്ടാളും അകന്ന് പോവായിരിക്കും. ഓക്കെ, അതുപോലെ ഈ സ്പീഡ് ഇൻക്രീസ് ഫോർമുല അത് ഇടയ്ക്കൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ആ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ X% ഇപ്പോൾ 10% നമ്മൾ എക്സ് എന്ന് വെച്ചിട്ട് തന്നെ പറയാം. X% നമ്മൾ സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ ടൈം, നമ്മളിപ്പോൾ കാറിൽ പോവാണ്, നമ്മൾ 100 km/h പോവാണ്, നമ്മളിപ്പോൾ അത് 125 km/h സ്പീഡ് ഇൻക്രീസ് ചെയ്ത്, അപ്പോൾ നമ്മുടെ ടൈമിൽ ഡിഫറൻസ് വരും. ടൈം കൂടുക കുറേ ചെയ്യാം. കൂടുകയാണെങ്കിൽ തംസപ്പ് ഇട്, കുറയുകയാണെങ്കിൽ ഈ ഡൗൺ ചെയ്യും. ടൈം കൂടുക കുറയോ? കൂടാണ് അയ്യ. സ്പീഡ് കൂട്ടിയ ടൈം കൂടുമെന്ന് പറയണ ആരൊക്കെ? ഹലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് കുറയുന്നുള്ളത് X/100x/100 + x, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. 100x/100 + x ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോളി. ആകെ 4 ഈ ഫസ്റ്റ് ട്രയാങ്കിള്, പിന്നെ 5/18 m/s -ാണെന്നുണ്ടെങ്കിൽ 5/18 മൾട്ടിപ്ലൈ ചെയ്യുക. km/h 5/18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെന്താ പറഞ്ഞത്, പിന്നെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. അതുപോലെ അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് 2xy/x+y. പിന്നെ അതുപോലെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x - y അല്ലെങ്കിൽ x+y. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ സ്പീഡ് ഇൻക്രീസ് ഫോർമുല. ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. ഇതേ ഇന്ന് ഉള്ളൂ. ഇത് ബേസ് ചെയ്തിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ക്വസ്റ്റ്യൻ അല്ലേ? ആണ്. എ കാർ ട്രാവൽസ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് എ ജേർണി അറ്റ് 40 km/h ആൻഡ് സെക്കൻഡ് ഹാഫ് അറ്റ് 60 km/h. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ടൈം? അതായത് ഒരു കാറ് 40 km/h ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ചെയ്ത്, പിന്നത്തെ സെക്കൻഡ് ഹാഫ്, അതായത് രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ്. ഫസ്റ്റത്തെ 40 km/h, രണ്ടാമത്തെ 60 km/h. ആവറേജ് സ്പീഡ് എത്ര ആയിരിക്കും? 48 ആണോ, 50 ആണോ, 52 ആണോ, 55 ആണോ? ടൈപ്പ് ചെയ്താൽ മതി. ABCD ഏതാണ്? +40 + 60 100/2 50 അല്ലേ? നോക്കിയില്ലേ? ആർക്കെങ്കിലും കിട്ടിയോ? ആണോ? അങ്ങനെ ആവണ്? ഷോർട്ട് കട്ട് മെത്തേഡ് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. അപ്പോൾ നമ്മളെ ഷോർട്ട് കട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് 2xy/x+y. ഇവിടെ x എന്ന് പറയുന്നത് 40 ആണ്, സ്പീഡ് y എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 2xy എന്ന് പറയുന്നത് എത്ര? 2 × 40 × 60 ഡിവൈഡഡ് ബൈ x+y എന്ന് പറയുന്നത് 40 + 60 = 100. അപ്പോൾ നമുക്ക് 48 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, 48 ആണ് വരിക, 50 അല്ല. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. എ മാൻ covers a distance of 120 km at a speed of 40 km/h
and returns at a speed of 60 km/h. The average speed of the entire journey is same values ആണ്. ഏതായിരിക്കും? ഹലോ, നിങ്ങൾ ടൈം കുറേ എടുക്കുന്നുണ്ടോ? ഇത്ര ടൈമൊന്നും മാക്സിമം എടുക്കാൻ പാടില്ല കേട്ടോ. ആരും ചെയ്ത് നോക്കുന്നുണ്ടോ? ആരൊന്നും പറയില്ല. 48 തന്നെയാണ്. എന്താ ഹെല്ലിയുടെ 48 ആണ് ആൻസർ. നേരത്തെ അതേ സെയിം ഫോർമുല, സെയിം മെത്തേഡ് തന്നെയാണ്, സെയിം ഇക്വേഷൻ. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ നേരത്തെ ഇക്വേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 120 km/h ആണ്. 120 km ആണ് വൺ വേ, അതായത് ഒരു ജേണി. ഫസ്റ്റ് ജേണി എന്ന് പറഞ്ഞാൽ 120 km ആണ്. 40 km/h സ്പീഡുമാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ജേണീൻ്റെ ടൈം എന്ന് പറയുന്നത് 120/4 3 എന്ന് കിട്ടും. 3 മണിക്കൂർ കൊണ്ട് 120 km കവർ ചെയ്ത്. അതേപോലെ സെക്കൻഡ് ജേണി, റിട്ടേൺ ജേണി എന്ന് പറയുന്നത് 60 km/h സ്പീഡാണ്. ഇത് ബേസിക് ഇക്വേഷൻ ആണ്. ബേസിക് ആ ട്രയാങ്കിളിൻ്റെ ആ ഒരു ഇതിന്ന് ഡിറൈവ് ചെയ്ത് വന്ന് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അതുപോലെ സെക്കൻഡ് ജേണി എന്ന് പറയുന്നത് 120/60 2 hour കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ ജേണി എന്ന് പറയുന്നത് 5 hour ആണ്. എത്ര? 5 hour ആണ്. ഈ 5 hour, അതായത് അങ്ങോട്ട് 120 km, തിരിച്ചും 120 km, ടോട്ടൽ 240 km കിട്ടും. ടോട്ടൽ 240 അല്ലേ? ഈ ടോട്ടൽ 240 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എത്രയാണ്? 5. ഈ 240/5 എന്ന് പറയുന്നത് 480/10. എനിക്ക് ഇങ്ങനെ 10ൻ്റെ മൾട്ടിപ്പിൾ വെച്ച് ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും എനിക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 480/10 എന്ന് പറയുന്നത്. അത് 48. അങ്ങനെ നമുക്കിത് ചെയ്യാം. ഇങ്ങനെ കിലോമീറ്റർ, അതായത് ഡിസ്റ്റൻസ് തരികയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. മറ്റേ ഇക്വേഷൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇത് രണ്ടാമത്തെ മെത്തേഡാണ്. എന്താ നെക്സ്റ്റ്? എ ട്രെയിൻ 150 meter long passes a pole in 15 seconds. The speed of train is. അതായത് 150 meter നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോയിന്റ് കവർ ചെയ്ത് പോകാൻ എടുത്തത് 15 സെക്കൻഡാണ്. അതിൻ്റെ സ്പീഡ് പത്തല്ലേ? അഫ്സാന ലെഫ്റ്റോ? ഹലോ, പറയൂ ആരെങ്കിലും. ഉത്തരം 36 അല്ലേ? 36 ആണ്. ഇത് മറ്റേ 10 meter/second കിട്ടും. 10 meter/second നമ്മൾ km/h മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 36 കിട്ടും. A train 120 meter passes a platform 180 meter long in 15 seconds. Find its speed. 120 മീറ്റർ നീളമുള്ള ട്രെയിന് 180 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം 15 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്ത്. സ്പീഡ് എത്രയാവും? അഹല്യ രമേശ്. ഇത് അറിയണവര് ഇരിക്കണം എന്നില്ല കേട്ടോ, ബോറിംഗ് ആയിരിക്കും ചിലപ്പോൾ. ഹലോ, കിട്ടിയോ? നിങ്ങൾ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യട്ടോ. ABCD എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടിട്ട്.
C72 ആണ്. നേരത്തെ അതേപോലെ ഇതിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് കവേർഡ് അറിയണത് ട്രെയിനിൻ്റെ നീളം കവർ ചെയ്ത് പോകണം, അതേപോലെ പ്ലാറ്റ്ഫോമിൻ്റെ നീളം 180 മീറ്ററും കവർ ചെയ്ത് പോകണം. അപ്പോൾ 300 മീറ്ററാണ് ടോട്ടൽ കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അത് 15 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് ഇത് പോവുക. ഈ 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 18/5, വലുതിലോട്ടാണ്, കിലോമീറ്ററിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ ഇൻറ്റു 18/5, അപ്പോൾ നമുക്ക് 72 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, 2 persons start walking towards each other from 2 points 100 km apart at a speed of 40 km/h and 60 km/h respectively. രണ്ടാൾക്കാർ 100 കിലോമീറ്റർ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും 40 km/h സ്പീഡിലും 60 km/h സ്പീഡിലും അടുത്തോട്ട് വരികയാണ്. ഈ രണ്ടാൾക്കാർ എത്ര ടൈം കഴിയുമ്പോൾ കൂട്ടിമുട്ടുന്ന ചോദിച്ച്. ആരെങ്കിലും വർക്കൗട്ട് ചെയ്ത് നോക്കണുണ്ടത്? ഓക്കെ, കിട്ടിയോ? സി ആണ്, 1 hour ആണ്. ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. അതുപോലെ സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ റിലേറ്റീവ് സ്പീഡാണ് എടുക്കേണ്ടത്. റിലേറ്റീവ് സ്പീഡ് പറയുന്നത് രണ്ടാൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നു, ഇയാൾ ഇവിടെ നിന്ന് അങ്ങോട്ടും പോകുന്നു. അപ്പോൾ 40 + 60 റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് 100 കിട്ടും. ഇതേ 100/100 1 hour ആണ്. സിമ്പിൾ ആൻസർ ആണ്. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ചിന്തിക്കാനുള്ളേ ഉള്ളൂ. ക്ലിയർ അല്ലേ? നിങ്ങളിത് എങ്ങനെ ഇത്ര ടൈം എടുക്കണേ? വേറെ എന്തെങ്കിലും എക്സ്ട്രാ സ്റ്റെപ്പുകളൊക്കെ വരുന്നുണ്ടോ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റേ കിട്ടുള്ളേ. നമുക്ക് GK-ലൊക്കെ കുറേ ആലോചിക്കുന്നുണ്ടാവും, കുറേ കൺഫ്യൂസ് ചെയ്യണ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്സ് ഒക്കെ ഫാസ്റ്റായിട്ട് ചെയ്യണം. നെക്സ്റ്റ്, എ പേഴ്സൺ ഇൻക്രീസസ് ഹിസ് സ്പീഡ് ബൈ 25%. ബൈ വാട്ട് percentage ഡസ് ദ ടൈം ടേക്കൺ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് ഡിക്രീസ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. എക്സ് തന്നിട്ടുണ്ട്, എക്സ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ അറിയില്ലേ? 100x/100 + x. ഈ മുകളിലുള്ള 100 വേണേ ചെയ്താൽ മതി. കാരണം നമ്മളിപ്പോൾ 25 × 100 പറയുമ്പോൾ 2500. അതൊക്കെ കട്ട് ചെയ്ത് പോവാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു എന്തെങ്കിലുമൊക്കെ ഒരു സുഖമില്ലായ്മ തോന്നും. അപ്പോൾ ജസ്റ്റ് x/100 + x ചെയ്താലും നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എത്താം. ഇപ്പോൾ 25/100 + 25 എന്ന് പറയുമ്പോൾ 125 എന്ന് പറയുന്നത് 1/5. 1/5 എന്ന് പറയുന്നത് 0.02 അല്ല 0.20. 0.20 പറയും 20% ആണ്. സിമ്പിൾ അല്ലേ? ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. 25/100 + 20 1/5. സോറി കേട്ടോ, ഇത് ഞാൻ ആൻസർ കൊടുത്തപ്പോൾ മിസ്റ്റേക്കാണ്. 20% ആണ് ഉത്തരം. 20 ആണ്. ഞാൻ 20 തന്നെയല്ലേ ആദ്യം പറഞ്ഞേ. അത് ടൈപ്പ് ചെയ്തപ്പോൾ ഒന്ന് മിസ്റ്റേക്കാണ്. ഓക്കെ, എ സൈക്ലിസ്റ്റ് covers a distance in 6 hours at a speed of 50 km/h. How much time he will take to cover the same distance at 10 km/h?
നോക്കിയോ? ആദ്യം ഡിസ്റ്റൻസ് എത്ര കാണണം. ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം, പിന്നെ ആ സ്പീഡിനെ പിന്നെ ആ ഡിസ്റ്റൻസിനെ പുതിയ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം കിട്ടും. സിമ്പിൾ. ചെയ്തോ? എ ആണോ? 6 അവർ. എ അല്ല, ബി ആണ്. 6 ഇൻറ്റു 15 എത്ര കുട്ടി? 6 ഇൻറ്റു 15 180 അല്ലേ? 180 അല്ലേ? 6 ഇൻറ്റു 15 5 ഇൻറ്റു 15 75 90 അപ്പോൾ 90 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. അത് 10 km/h കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 90/10 90. എനിക്ക് ഇങ്ങനെ 80 കിട്ടിയത് സ്പീഡ് അല്ല ഡിസ്റ്റൻസ്? ഓക്കെ, സ്പീഡ് ഇൻറ്റു ടൈം 6 ഇൻറ്റു 15. അവിടെ വന്നൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണത് അല്ലേ? അതെ, ഓക്കെ. Two trains of length 120 meter and 180 meter are moving in opposite direction at a speed of 54 km/h and 18 km/h respectively. How long will they take to cross each other? രണ്ട് ട്രെയിൻ ഉണ്ട്, 120 മീറ്ററും 180 മീറ്ററും. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവാണ്. 54 km/h 36 km/h. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇവർ രണ്ടുപേരും കംപ്ലീറ്റ്ലി ക്രോസ് ചെയ്ത് പോകാനുള്ള ടൈം എത്രയാണ്? ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ളത് രണ്ടാളും സമ്മാണ്. സ്പീഡ് റിലേറ്റീവ് സ്പീഡ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. സെക്കൻഡ്സിലോട്ടാണ് സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ചെയ്തോ? കിട്ടിയില്ലേ? 12 തോന്നുന്നുണ്ട്. 12 തന്നെ ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് പറയുന്നത് 300 മീറ്റർ ആണ്. അതുപോലെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് രണ്ടിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, സമ്മാണ്. 90 വരും. ഈ 90 5/18 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18ഉം 19ഉം കട്ട് ചെയ്ത് പോകില്ലേ? 5 എന്ന് കിട്ടും. 5 × 5 25. 300/25 എന്ന് പറയുന്നത് 12. കട്ട് ചെയ്തിട്ടൊക്കെ പഠിക്കണം കേട്ടോ. നമുക്ക് ഈ ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാമെന്ന് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാം. പഠിച്ച് വെച്ച മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലതാണ്. A person walks at a speed of 5 meters per second. How much distance will he cover in 30 minutes? സ്പീഡിനെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
പുറത്തുനിന്ന് നോയ്സ് ഉണ്ട് നിങ്ങൾക്ക്? സന്യാണ്. കിട്ടിയോ? കിട്ടിയില്ലേ? ഇത് സിമ്പിൾ ആണല്ലോ. സ്പീഡ് കൺവേർട്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് കൺവേർട്ട് ചെയ്യുക. 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 5ഉം കട്ട് ചെയ്തു നമുക്ക് km/h 18 km/h ഇത് കിട്ടും. എന്ത് സ്പീഡ് കിട്ടും. പിന്നെ ഉള്ളത് 30 മിനിറ്റ്സ്, ഹാഫ് ആൻ അവർ ആണ്. അപ്പോൾ ഹാഫ് ആൻ അവറിൽ കവർ ചെയ്യുക. 1 മണിക്കൂറിൽ 18 ആണെന്നുണ്ടെങ്കിൽ ഹാഫ് ആൻ അവറിൽ 9. സിമ്പിൾ. 10 സെക്കൻഡ് 15 സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും. നിങ്ങളിത് ചെയ്യണ്ടോ? ഇത് കിട്ടിയെന്നോ? അത് സിമ്പിളാണ്, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല വെച്ചിട്ടാണോ? അടുത്ത് നോക്കട്ടെ. എന്നതിൻ്റെ ഇത് A training running at a 54 km/h crosses a platform in 30 seconds. If platform is 200 meter long and the train is 250 meter long, which one of the following is correct? ഇതിൽ ഏതാണ് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ശരി? കുറച്ച് ട്രിക്കിയാണ് ഇത്. നമുക്ക് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇത് കറക്റ്റാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടുള്ളൂ. ഏതാവും? ABCD. ഡി ആണോ? മറ്റാളെന്താ പറയണ്? 3 ആളില്ലേ? 3, 4, 5 ആളുണ്ടല്ലോ. ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും പറയേ. ഇവർ രണ്ടുപേരും മാത്രം, ഞാൻ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വിചാരിച്ച്. വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഓപ്ഷൻ കിട്ടിയോ? എബാഷറിൻ ഡി. എന്നാൽ ഇതിലുള്ളതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഞാനത് വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് ചെയ്യണ്ടോന്ന് അറിയണ്ടേ? നൺ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ്. പക്ഷെ അതിനകത്ത് ഓപ്ഷനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ്, 2 cars start from the same point at the same time. One travels at 40 km/h and other travels at 60 km/h in the same direction. After how much time will they be 20 km apart? രണ്ടാൾ ഒരുമിച്ച് തുടങ്ങുകയാണ്. ഒരാൾ 40 km/h സ്പീഡ്, ഒരാൾ 60 km/h സ്പീഡ്. 20 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 20 km/h ആവണം. 20 കിലോമീറ്റർ ആവണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം കഴിയും? റിലേറ്റീവ് സ്പീഡ് കാണാം, പിന്നെ എത്ര ഡിസ്റ്റൻസ് ആവാൻ വേണ്ടിച്ചാൽ അതായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈം കിട്ടും. ചെയ്ത് നോക്കൂ. സെയിം ഡയറക്ഷൻ ആണ്, റിലേറ്റീവ് സ്പീഡ് ഡിഫറൻസ് ആണ് വരിക. കിട്ടിയില്ലേ? ഓപ്ഷൻ സി ആണ്. റിലേറ്റീവ് സ്പീഡ് പറയുന്നത് ഡിഫറൻസ് ആണ്. 60 - 40 20 ആണ്. 20 കിലോമീറ്റർ ആണ് കാണുന്നത്. 20/20 1 ആണ്. 1 hour ആണ് ടൈം.
ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ആർക്കെങ്കിലും ഇങ്ങനെ കിട്ടുന്നുണ്ടോ? അതോ കുറേ എഴുതി കുറേ ആലോചിക്കാനൊക്കെ തോന്നുന്നുണ്ടോ? കിട്ടി. ഓക്കെ, ഇത് കിട്ടി. അതിൻ്റെ സൊല്യൂഷനാണ്. പിന്നെ എ പേഴ്സൺ വാക്സ് 10 കിലോമീറ്റർ at 5 കിലോമീറ്റർ per hour സ്പീഡ് and the next 10 kilometer per hour at 10 kilometer per hour speed. The average speed of the whole journey. ആവറേജ് സ്പീഡ് നിങ്ങൾക്ക് കിലോമീറ്റർ വെച്ച് ടൈം കണ്ടുപിടിച്ച് അങ്ങനെയും ചെയ്യാം, മറ്റേ ഷോർട്ട് കട്ട് ഇക്വേഷൻ വെച്ച് അങ്ങനെയും ചെയ്യാം. ബി. ഓക്കെ, ബി തന്നെയാണ്. അതായത് 10 കിലോമീറ്റർ അറിയാൻ 5 കിലോമീറ്റർ സ്പീഡായിരുന്നു. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ആദ്യത്തെ ഫസ്റ്റ് ജേണി കംപ്ലീറ്റ് ചെയ്ത്. രണ്ടാമത്തെ ജേണി 10 കിലോമീറ്റർ ആണ്. അതേപോലെ 10 കിലോമീറ്റർ per hour സ്പീഡാണ് 1 hour എടുത്ത്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആണ്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 ആണ്. 20/3 എന്ന് പറയുന്നത് 6.66666 എന്നാൽ പോവും. ഓപ്ഷനിൽ 6.67 ഉണ്ട്. അതാണ് ഉത്തരം. അതിൻ്റെ ഇത് ഞാൻ കൊടുത്തിട്ടില്ല, സോറി. എ സൈക്ലിസ്റ്റ് ഇൻക്രീസസ് ഹിസ് സ്പീഡ് ഫ്രം 20 km/h to 25 km/h. ബൈ വാട്ട് പെർസെൻറ്റേജ് ഡസ് ഹിസ് ടൈം ടേക്കൺ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് ഡിക്രീസ്? സ്പീഡ് എത്രയോ പെർസെൻറ്റേജ് കൂട്ടി, അപ്പോൾ ടൈം എത്രയോ പെർസെൻറ്റേജ് കുറയും. ഡയറക്റ്റ് ഇക്വേഷൻ. ഇതിൽ പെർസെൻറ്റേജ് ഒന്നും കാണാനുണ്ട്, ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. ആണ്. 25% അല്ലേ കൂടിയത്. 20-ന്ന് 5 km/h സ്പീഡ് കൂടി. അതെന്ന് പറയുന്നത് 25% ആണ്. 25/125, 100+25 125. അപ്പോൾ 125/125 എന്ന് പറയുന്നത് 1/5, അതായത് 0.2 എന്ന് കിട്ടും. 20%. അങ്ങനെയാണ്. ഇത് നേരത്തെ ചെയ്ത അതേ തന്നെയാണ്, മെത്തേഡ് തന്നെയാണ്. ഇതിൽ ഞാൻ പെർസെൻറ്റേജ് ഡയറക്റ്റ് തന്നു, ഇതിൽ പെർസെൻറ്റേജ് തന്നില്ല, അത്രേ ഉള്ളൂ. അടുത്തത്, എ ട്രെയിൻ ഓഫ് ലെങ്ത് 180 meter ഈസ് മൂവിങ് അറ്റ് 72 km/h. ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു പാസ് എ മാൻ റണ്ണിങ് അറ്റ് 80 km/h ഇൻ ദ സെയിം ഡയറക്ഷൻ? സെയിം ഡയറക്ഷൻ, റിലേറ്റീവ് സ്പീഡ് കാണുക, ഡിസ്റ്റൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സെക്കൻഡിലാണ് തന്നിക്കണത്. അത് 12 തന്നെയാണ്. കിട്ടിയതല്ലേ, ഇത് പറയണോ? ഇതിനും 54-ന് 18 നമുക്ക് കട്ട് ചെയ്ത് കളയാം. പറഞ്ഞോളി, പറയാ. ഇത് റിലേറ്റീവ് സ്പീഡ് കാണാൻ 72 - 18. അപ്പോൾ 72 - 18 എന്ന് പറഞ്ഞാൽ 54 കിട്ടും. 54 × 5/18. ചെറുതിലോട്ട് മാറ്റാൻ 5/18, ചെറുത് 5 ആണ്. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 18-ഉം 54-ഉം 9-ൻ്റെ മൾട്ടിപ്പിളാണ്. 9-ൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ 6 × 54, 6 × 9 ആണ് 54. അതേപോലെ 2 × 9 ആണ് എത്ര, 18. ഇത് രണ്ടിനെയും 9 കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6 × 5/2 എന്ന് കിട്ടും. 6-നെയും 2-നെയും പിന്നെയും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 3 × 5 എന്ന് കിട്ടും.
അങ്ങനെ 15 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 180. ആ 180 15 പോയ ഡിവൈഡ് ചെയ്താൽ 12 കിട്ടും. ഓക്കെ അല്ലേ? മിനിറ്റ്, അതാ റെക്കോർഡിങ് നടക്കണില്ലേ? ഉണ്ട് എവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്. The two persons start from two different points 90 km apart and move towards each other. Their speeds are in their ratio 2:3. If they meet after 1.5 hour, the speed of the slowest person. കത്തിയോ? ക്വസ്റ്റ്യൻ കത്തിയോ ആയിരിക്കാലും? കത്താത്തവരുണ്ടോ? കത്തി. ഓക്കെ, എന്നാ ചെയ്തോളി. എന്താ പറഞ്ഞ? ഒന്നും കൂടെ പറയാമോ? രണ്ടാൾക്കാർ 90 കിലോമീറ്റർ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും അടുത്തോട്ട് വരാൻ തുടങ്ങി. ഒരാളെ സ്പീഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റത്തെ ആളെ സ്പീഡ് എന്ന് പറയുന്നത് 20 ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ആളെ സ്പീഡ് 30 ആണ്. അതാണ് ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. റേഷ്യോ ആയിട്ട് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സ്പീഡായിട്ട് തന്നിട്ടില്ല. ഇവർ രണ്ട് കൂട്ടിമുട്ടിയത് 1.5 ഹവേഴ്സ്, അതായത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ. ഇന്ന് റിലേറ്റീവ് സ്പീഡ് നമുക്ക് കാണാം. റിലേറ്റീവ് സ്പീഡ് എന്ന് നമുക്ക് അതിൻ്റെ ആ ഒരു റേഷ്യോ വെച്ചിട്ട് ഇതിന് 2x + 5x 3x എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ബി ആണോ? എനിക്കൊരു കൺഫ്യൂഷൻ. അല്ല, ബി അല്ല. ബി അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. റിലേറ്റീവ് സ്പീഡ് എത്ര കിട്ടിയത്? റിലേറ്റീവ് സ്പീഡ് എത്ര കിട്ടിയത്? 1.5 മണിക്കൂറാണ്. 90/1.5 60 km/h ആണ് അല്ലേ? 16നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. ഇപ്പോൾ 2 ആണ്, 2:3 ആണ്. അപ്പോൾ 2x + 3x എന്ന് എടുത്തോളി. അപ്പോൾ 5x = 60 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 60/5 = 12 അല്ലേ? ആ, 12 തന്നെ. 12 × 2 ചെറിയ ആളുടെ സ്പീഡല്ലേ? അപ്പോൾ 24. അല്ല, ബി ആരോ പറഞ്ഞിരുന്നല്ലോ. ബി ആണ്, ഹിബ പറഞ്ഞിരുന്നു. സോറി കേട്ടോ, എനിക്കെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. എനിക്കും പറ്റും തെറ്റുകളൊക്കെ. ഞാൻ ഇവിടെ 60 മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 90 വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് പോയി. ഇങ്ങനെയും തെറ്റ് വരുന്നപ്പോൾ മനസ്സിലായില്ലേ? ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. എനിക്ക് 60 ആദ്യം കിട്ടിയതാണ്, പിന്നെ ഞാൻ 90 വെച്ചിട്ട് തന്നെ പിന്നെയുള്ള കാൽക്കുലേഷൻസ് ചെയ്ത്. അവിടെ എനിക്ക് തെറ്റി. പിന്നെ എ ബോട്ട് ട്രാവൽസ്, ഇത് റിലേറ്റീവ് സ്പീഡല്ല, എഫക്റ്റീവ് സ്പീഡാണ് കേട്ടോ. എഫക്റ്റീവ് സ്പീഡ് പറഞ്ഞാൽ വേറൊരു സംഗതിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ രണ്ടും സെയിം ഡയറക്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സമ്മായിരിക്കും, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ആയിരിക്കും. സമ്മ് പറഞ്ഞാൽ ആഡ് ചെയ്യുക, ഡിഫറൻസ് പറഞ്ഞാൽ മൈനസ് ചെയ്യുക. അത് അറിയുന്നതല്ലേ? എ ബോട്ട് ട്രാവൽസ് 30 കിലോമീറ്റർ travels 30 km downstream in 2 hours and returns upstream in 3 hours. What is the speed of the stream? ഒരു ബോട്ട്
ഈ ഒഴുക്കിൻ്റെ ഒപ്പം പോയപ്പോൾ 30 കിലോമീറ്റർ കവർ ചെയ്ത് 2 മണിക്കൂർ കൊണ്ടാണ്. അത് തിരിച്ച് ഈ ഒഴുക്കിൻ്റെ ഓപ്പോസിറ്റ് വന്നപ്പോൾ കിട്ടിയത് വന്നപ്പോൾ 3 മണിക്കൂർ എടുത്തു 30 കിലോമീറ്റർ കവർ ചെയ്യാൻ. അപ്പോൾ എഫക്റ്റീവ് സ്പീഡ് എത്രയെന്ന് കണ്ടുപിടിക്കുക. 2-3 ഇക്വേഷൻസ് ഒക്കെ വരും, അത് സബ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അപ്പോൾ ആൻസർ കിട്ടും. ഈ ഒരു ലെവലൊക്കെയാണ് കേട്ടോ എക്സാമിന്. ഞാൻ ആദ്യമൊക്കെ ഇട്ടത് നിങ്ങളൊന്ന് ഇതാക്കി കൊണ്ടുവരാനാണ്. നന്മപ്രിയ ലെഫ്റ്റ്. സി അല്ല, ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ല ഞാൻ. എ ആണ്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ 2 മണിക്കൂർ എടുത്തു. അപ്പോൾ സ്പീഡ് പറയുന്നത് 15 കിലോമീറ്റർ പെർ അവർ. തിരിച്ചു വരുമ്പോൾ 3 മണിക്കൂർ എടുത്തു, സ്പീഡ് പറയുന്നത് 10 കിലോമീറ്റർ. ഇത് ഈ 2 ഇക്വേഷൻസ് ഉണ്ടാക്കിയിട്ട് സം ചെയ്താൽ മതി, സമല ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ബോട്ടിൻ്റെ സ്പീഡിൻ്റെ 2 ടൈംസ് എന്ന് പറയുന്നത് 5 ആയിട്ട് കിട്ടും. കിട്ടിയില്ലേ? അതായത് അങ്ങോട്ട് പോകുമ്പോൾ ബോട്ടിൻ്റെ സ്പീഡും സ്ട്രീമിൻ്റെ സ്പീഡും പാടെ കൂടിയതാണ് 15 കിലോമീറ്റർ പെർ അവർ. തിരിച്ച് വരുമ്പോൾ ബോട്ടിൻ്റെ സ്പീഡിൽ നിന്ന് ഇത് ഒപ്പോസ് ചെയ്യുക. ഇപ്പോൾ ബോട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പുഴ ഇതിനെ അങ്ങോട്ട് തള്ളുക ചെയ്യുക. അപ്പോൾ ബോട്ടിൻ്റെ ഈ സ്ട്രീമിൻ്റെ സ്പീഡ് കുറച്ചതാണ് ഇതിൻ്റെ വരിക. തിരിച്ച് വരുമ്പോൾ അത് 10 ആണ്. അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് കാണുക. അപ്പോൾ ഈ ബോട്ടിൻ്റെ രണ്ടും കട്ടായി പോകും. ഈ മൈനസും പ്ലസും പാടെ 2 ടൈംസ് ആവും. ഈ 2 ടൈംസ് ഡിവൈഡ് ചെയ്യാത്തതാണ് അവിടെ തെറ്റ് പറ്റിയത്. ഈ 5/2 എന്ന് പറയുന്നത് 2.5 ആണ്. കഴിഞ്ഞ് ലാസ്റ്റ് സ്ലൈഡാണ് തോന്നുന്നുണ്ട്. അല്ല, ഒന്ന് കഴിഞ്ഞ് ഒരെണ്ണം കൂടിയേ ഉള്ളൂ. എ ബസ് റൺസ് അറ്റ് 10 meter per second crosses a bridge 200 meter long in 20 seconds. The length of the bus. 200 മീറ്റർ നീളമുള്ള ബ്രിഡ്ജ് കവർ ചെയ്യാൻ 30 സെക്കൻഡ് എടുത്ത്. 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു സ്പീഡ്. സ്പീഡ് തന്നിട്ടുണ്ട്, ടോട്ടൽ ഡിസ്റ്റൻസ് കാണാം, അതിന് ബ്രിഡ്ജിൻ്റെ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുക. Three others പാസാന ഹിബ സുഹാന. കിട്ടിയില്ലേ? സിമ്പിൾ ആണല്ലോ. 100 ആണ് സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 × 30 300 കിട്ടും. 300 200 കൊടുക്കുക 100. 5 സെക്കൻഡ് 5-6 സെക്കൻഡേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് പറഞ്ഞത് ക്ലിയർ അല്ലേ? ആകെ ഒരു 3-4 ഇക്വേഷൻ വെച്ചൊരു 10-20 ക്വസ്റ്റ്യൻ ചെയ്ത് അത് ക്ലിയർ ആയിട്ടുണ്ടാന്ന് വിചാരിക്കണം. നമുക്ക് മൊത്തം ഒരു 15 ക്വസ്റ്റ്യനാണ് മാത്സ് എന്ന് ചോദിക്കുക. മാത്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. അത് ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. ഇതേപോലെ സ്ട്രീം മേലോട്ടും താഴോട്ടും പോകണമൊക്കെ ഉണ്ട്. വേറെ സെഷൻസ് വരും. ഇപ്പോൾ എടുത്തൊക്കെ ക്ലിയർ അല്ലേ? അവിടെ സ്റ്റോപ്പ് ഷെയറിങ് എങ്ങനെ ഉണ്ടായിരുന്നു?